നമസ്കാരം. ജീവിതത്തിലെ ഒരു കഥ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്നും ആരംഭിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ കഥ തന്നെയാണ്. ഏകദേശം 40 വർഷം മുൻപ് വീടിന്റെ തൊട്ടടുത്തിലാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാമയുടെ താമസം. ഉമ്മാമ എന്ന് പറഞ്ഞാൽ സാധാരണ മുസ്ലിം കുടുംബങ്ങളിൽ മുത്തശ്ശിയെ വിളിക്കുന്ന പേരാണ് ഉമ്മാമ. ആ വീട്ടിലെ കുട്ടികളൊക്കെ ഉമ്മാമ എന്ന് വിളിക്കുന്നു, ഞങ്ങളും ഉമ്മാമ എന്ന് വിളിക്കുന്നു. ഉമ്മാമ വ്യത്യസ്തമായ നിരവധി ജോലികൾക്ക് പോകും. കൂടാതെ വീട്ടിൽ അവിരിടിച്ച് വിൽക്കും. അവിലിടിക്കുക എന്ന് പറഞ്ഞാൽ നെല്ല് കുതിർത്ത് ചൂടാക്കി ഉരലിലിട്ട് ഉലക്ക കൊണ്ട് ഇടിക്കുക. മകളായ നബീസയും മരുമകളായ ആയിഷയും കൂട്ടിനുണ്ട്. അവരിടിക്കുമ്പോൾ ആ വീട്ടിലെ കുട്ടികളും ഞങ്ങളും ഈ ഉരലിന് ചുറ്റും അവിടെ തിരിഞ്ഞു കളിക്കുന്നുണ്ടാകും. വേറെ ഒന്നുമല്ല ഉദ്ദേശം. അവില് ചേറി അതിൽ നിന്ന് കുറിയത് വേറെ ആക്കിയാൽ ആ കുറിയതിന്റെ അവകാശികൾ ആ വീട്ടിലെ കുട്ടികളെ പോലെ തന്നെ ഞങ്ങളും. ഒരല്പം കുറിയത് പാകത്തിനായാൽ ഉമ്മാമ അതെടുത്തൊരു പാത്രത്തിലാണ്. പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കി ശർക്കരയാണിയും ചേർത്ത് ഞങ്ങൾക്ക് തരും. വിശപ്പ് മാറാൻ കൂടിയാണത്, ഒരു കൗതുകം മാത്രമല്ല. അത് ഉമ്മാമയ്ക്കും അറിയാം. സാധാരണ തരുന്നത് പോലെ അന്ന് ഉമ്മാമ അവിൽ തരുന്നില്ല. സമയമായി. അത്യാവശ്യത്തിന് കുറിയത് ഞങ്ങൾ പാത്രത്തിൽ കാണുന്നുമുണ്ട്. സഹികെട്ട അനിയൻ ഒടുവിൽ ചോദിച്ചു, ഉമ്മാമ അവിലിതാ. ഉമ്മാമ പറഞ്ഞു, റംസാൻ മാസമല്ലേ, വെടി പൊട്ടിയിട്ടേ എന്തെങ്കിലും കഴിക്കാൻ പാടുള്ളൂ. വെടി പൊട്ടുക എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ചെറിയ പള്ളിയിൽ നിന്ന് കദീന വെടി പൊട്ടും നോമ്പ് തുറക്കാനാവുന്ന സമയത്ത്. ഇന്നത്തതുപോലെ സൗകര്യങ്ങളില്ല. എല്ലാ വീടുകളിലും വാച്ചില്ല. ബാങ്ക് വിളി കേൾക്കാൻ എല്ലാ വീടുകളിലും എല്ലാ പള്ളികളിലും സ്പീക്കറും മൈക്കും ഒന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ അതിനുള്ള സൗകര്യമൊന്നുമില്ല. അതുകൊണ്ട് നോമ്പ് തുറക്കാനുള്ള സമയമായി എന്നൊക്കെ ആളുകൾ അറിയുന്നത് കദീന വെടി പൊട്ടുമ്പോഴാണ്. അതാണ് ഉമ്മാമ ഉദ്ദേശിച്ചത്. സമയം കടന്നുപോയി. ഞങ്ങളുടെ കൊതി മാറുന്നില്ല. സഹികെട്ട അനിയൻ വീടിന്റെ ഒരു വശത്തേക്ക് പോയി ഠേ എന്നൊരു ശബ്ദം ഉണ്ടാക്കി. ഓടി വന്നിട്ട് ഉമ്മാമയോട് പറഞ്ഞു, ഉമ്മാമ വെടി പൊട്ടി, അവല് നുറുക്കുത്താ. ഉമ്മാമ ചിരിച്ചുപോയി. കണ്ണിന്റെ കോണിൽ എവിടെയോ ഒരു ചെറിയ നനവും ഉണ്ടായിരുന്നു. ഉമ്മാമ ഉലക്ക തൊട്ടടുത്തുള്ള ചുമരിൽ ചാരി വെച്ച് അവിൽ നുറുക്കെടുത്ത് ഒരു പാത്രത്തിലാക്കി അല്പം കട്ടൻ ചായയും ഉണ്ടാക്കി ശർക്കരയാണിയും എടുത്ത് ഞങ്ങൾക്ക് തന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അവിൽ നുറുക്ക് തന്നിട്ട് കിട്ടുന്ന പുണ്യം മതി ഉമ്മാമയ്ക്ക് എന്ന്. പ്രിയമുള്ളവരെ, ഭക്ഷണത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഭക്ഷണവും സ്നേഹവും ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സുദൃഢമായ സ്നേഹബന്ധങ്ങളെ കുറിച്ചുമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഇനി ചരിത്രത്തിലെ ഒരു സംഭവത്തിലേക്ക്. വളരെ പഴയ ചരിത്രമൊന്നുമല്ല. 2015 അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ ഇന്ത്യ സന്ദർശിക്കുന്നു. ആതിഥേയൻ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. ഇന്ത്യൻ സാംസ്കാരിക പാരമ്പര്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ശ്രീ നരേന്ദ്രമോദി, വെജിറ്റേറിയനായ ശ്രീ നരേന്ദ്രമോദി നോൺ വെജിറ്റേറിയനായ ബറാക് ഒബാമയ്ക്ക് എന്ത് ഭക്ഷണമായിരിക്കും കൊടുക്കുക? രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാ പത്രമാധ്യമ പ്രവർത്തകരും വളരെ കൗതുകത്തോടെയാണ് അത് കാത്തു നിൽക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഴ്ചകൾക്ക് മുൻപ് തന്നെ ബറാക് ഒബാമയുടെ ഭക്ഷണശീലത്തെ പറ്റി പഠിക്കാൻ വേണ്ടി കമ്മിറ്റിയെ നിയോഗിച്ചു അത്രേ. ഭക്ഷണം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു സ്ഥാപനത്തിന്റെ അധിപനെ തന്നെ ചുമതലയേൽപ്പിച്ചു. അതിനുശേഷം ഒട്ടുമിക്ക ദിവസങ്ങളിലും അദ്ദേഹം രാവിലെ ജിംനേഷ്യത്തിലേക്ക് പോകുമ്പോൾ ഈ ചുമതലക്കാരനെ വിളിപ്പിച്ച് ചുമതലക്കാരൻ പറയുന്നത് സാഗൂതം നിശബ്ദം കേൾക്കുമായിരുന്നു. ബറാക് ഒബാമ എത്ര കാലറി ഊർജത്തിന് വേണ്ട ഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന് കണ്ടെത്തുകയുണ്ടായി. 1500 കാലറിയാണ് അത്രേ. അതിനു വേണ്ടുന്ന ഭക്ഷണമാണ് കരുതാൻ തീരുമാനിച്ചിരിക്കുന്നത്. തീർന്നില്ല. ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്ന കെട്ടിടങ്ങളിലെ അദ്ദേഹം ഭക്ഷണം കഴിക്കുമത്രേ. അതിനു പറ്റിയ ഒരു കെട്ടിടവും തിരഞ്ഞെടുത്തു. പിന്നെയോ ഓർഗാനിക് രീതിയിൽ തയ്യാറാക്കിയ ഭക്ഷണ സാധനങ്ങളെ ബറാക് ഒബാമ കഴിക്കൂ, അതുകൊണ്ട് അത് തയ്യാറാക്കി. പിന്നെയോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും പ്രധാനമന്ത്രിയുടെ കൗതുകത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളതും ഭാരതത്തിന്റെ രുചിഭേദങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി ആ ഭക്ഷണവും ഒരുക്കി. ലോകത്തെ പ്രസിദ്ധമായ ശ്രദ്ധേയമായ രണ്ട് രാജ്യങ്ങളുടെ അധിപന്മാർ ചേരുന്ന കൂടിക്കാഴ്ചയിലെ ഡിനർ ഡിപ്ലോമസി. നോക്കൂ ഭക്ഷണത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന്. ഇനി മറ്റൊരു സംഭവത്തിലേക്ക്. നോർത്ത് കൊറിയയുടെ പ്രസിഡന്റും സൗത്ത് കൊറിയയുടെ പ്രസിഡന്റും 2007 ശേഷം ആദ്യമായി കൂടിച്ചേരുകയാണ്. സൗത്ത് കൊറിയയുടെ പ്രസിഡന്റിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണവും
നോർത്ത് കൊറിയയുടെ പ്രസിഡന്റിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണവും ആ യോഗത്തിലേക്ക് തയ്യാറാക്കി വെച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. ഭക്ഷണം കൊടുക്കുമ്പോഴും കഴിക്കുമ്പോഴും തയ്യാറാക്കുമ്പോഴും ആരാണ് കഴിക്കാനുള്ളത്, എന്താണ് അവരുടെ രുചി താല്പര്യങ്ങൾ, എന്താണ് അവരുടെ ആരോഗ്യത്തിന് ചേരുക, അതാണ് പരിഗണിക്കേണ്ടത്. നമ്മുടെ ആർഭാടം കാണിക്കാൻ, നമ്മുടെ കയ്യിലുള്ള പണക്കൊഴുപ്പ് പ്രദർശിപ്പിക്കാനോ അല്ല ഒരാൾക്ക് ഭക്ഷണം നൽകുന്നത്. ഭക്ഷണം നൽകുക എന്നാൽ അദ്ദേഹത്തോടുള്ള സ്നേഹത്തിന്റെ, ആദരവിന്റെ അടയാളം. യഥാസമയം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചാൽ ആ ബന്ധം അസാധാരണമാം വിധം സുദൃഢമാവും എന്നത് ഉറപ്പാണ്. വീട്ടിലെ കുട്ടിയോട് കലഹിച്ച് ഒരുപക്ഷെ അടിക്കുക പോലും ചെയ്ത് വീട്ടിൽ നിന്നും പുറത്തുപോയി വരുന്ന ഗൃഹനാഥൻ അച്ഛൻ വരുമ്പോൾ അവനിഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് കരുതിയാൽ ആ ചോക്ലേറ്റ് രുചിക്കൊപ്പം അലിഞ്ഞു പോകുന്നത് മാത്രമായിരിക്കും അവന്റെ പരാതിയുടെ വലിപ്പം, അവന്റെ പരിഭവത്തിന്റെ ആഴം അത്രയേ കാണും. ഭാര്യയും ഭർത്താവുമായോ പിണങ്ങിയോ വഴക്കുകൂടിയോ പോയി വരുമ്പോൾ അവൾക്കിഷ്ടമുള്ള ഒരു ഭക്ഷണത്തിന്റെ പൊതി പാർസലായി കൊണ്ടുവന്നാൽ അതോടെ അലിഞ്ഞില്ലാതാകും പരാതിയും പരിഭവവും. ഭാര്യയാണ് പുറത്തു പോയതെങ്കിൽ അവർക്കിഷ്ടപ്പെട്ട രുചിയുള്ളൊരു ഭക്ഷണം ഭർത്താവ് തയ്യാറാക്കി വെച്ചാൽ എത്രമാത്രം സുദൃഢമാകും ആ ബന്ധം. പ്രിയമുള്ളവരെ, ലോകത്ത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അസാധാരണമായ കൂടിക്കാഴ്ചകളിൽ ഭക്ഷണം സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഒരിക്കൽ മാർഗരറ്റ് താച്ചർ ഒരു യോഗം വിളിക്കുന്നു. ആ യോഗത്തിൽ സമയമായ സമയത്ത് ആ യോഗത്തിലെ പങ്കാളിയായ ഫ്രഞ്ച് പ്രസിഡന്റ് ഭക്ഷണത്തെപ്പറ്റി സൂചിപ്പിച്ചു. UK പ്രധാനമന്ത്രി ഉരുക്കുവരിത എന്നറിയപ്പെടുന്ന മാർഗരറ്റ് താച്ചർ പറഞ്ഞു, നമ്മുടെ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന്. നോക്കൂ, അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ചർച്ചയാണ്. അവരുടെ ആണവ ശക്തിയെക്കുറിച്ചാണ് ചർച്ച. 14 ദിവസമായി ചർച്ച മുന്നോട്ട് പോകുന്നേയില്ല. അതിനിടയ്ക്ക് ജൂലൈ 4-ാം തീയതി അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമായി. അന്ന് ഇറാന്റെ പ്രതിനിധികൾ അമേരിക്കയുടെ പ്രതിനിധികളെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ഒരു മുൻ തീരുമാനമുണ്ടായിരുന്നു. ഔപചാരികവും ഔദ്യോഗികവുമായ ഒരു ചർച്ചയും ആ ഭക്ഷണത്തിൽ ഉണ്ടാവില്ലെന്ന്. മാറി മറഞ്ഞുപോയി അവർ തമ്മിലുള്ള ബന്ധം. തൊട്ടടുത്ത ദിവസങ്ങളിൽ അനുയോജ്യവും അനുകൂലവുമായ തീരുമാനത്തിൽ എത്തിച്ചേരുന്നു ആ രണ്ട് രാജ്യത്തിൻ്റെയും പ്രതിനിധികൾ തമ്മിൽ. സുപ്രധാനമായ ആണവ കരാറിലേക്ക് നീങ്ങിയത് ആ ഭക്ഷണമാണത്രേ. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഉറപ്പിക്കുന്നതിൽ, സുപ്രധാനമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഭക്ഷണത്തിനുള്ള പങ്ക്, അതാണ് ഞാൻ സൂചിപ്പിച്ച ഒരു വിഷയം. മറ്റൊരു വിഷയം മാനുഷിക ബന്ധങ്ങൾ സുദൃഢമാക്കുന്നതിൽ ഭക്ഷണത്തിനുള്ള പങ്കിനെ കുറിച്ചാണ്. നമ്മുടെ ഓഫീസിനകത്ത് നമ്മുടെ സഹപ്രവർത്തകരും ചേർന്ന് അവർക്കെല്ലാം ഇഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഭക്ഷണം തയ്യാറാക്കി ഒന്ന് കൂടിയിരുന്നുകൂടെ? ഇടയ്ക്ക് തലേ ദിവസം പിണങ്ങിയ സഹപ്രവർത്തകർക്ക് കൊടുക്കാം ആദ്യം ഭക്ഷണം, എന്നിട്ട് പറയാം, സോറി ട്ടോ, ഇത് കഴിച്ചോളൂ, നിങ്ങളെ ഉദ്ദേശിച്ചുണ്ടാക്കിയതാ ഞാൻ ഈ ഉണ്ണിയപ്പം. അലിഞ്ഞില്ലാതാകും പരാതികൾ, പരിഭവങ്ങൾ. പ്രിയമുള്ളവരെ, ഭക്ഷണം നമ്മുടെ അഹങ്കാരവും നമ്മുടെ ആർഭാടവും മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല. മറിച്ച് നാം ആർക്കാണോ ഭക്ഷണം നൽകുന്നത് അദ്ദേഹത്തോടുള്ള, അയാളോടുള്ള സ്നേഹത്തിന്റെ സൂചനയാണ്. അവിടെ വിട്ടുവീഴ്ചയാണ്, ദയയാണ്, സ്നേഹമാണ്, കരുതലാണ് പ്രധാനം. അവർക്കിഷ്ടമുള്ള, അവരുടെ ആരോഗ്യത്തിന് ചേരുന്ന ഭക്ഷണത്തെക്കുറിച്ച് നേരത്തെ അറിഞ്ഞു വെക്കുക. എന്നിട്ട് അവർക്കിഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുക. ഏത് പരാതിയും പരിഭവവും ഇല്ലാതാക്കാനും ആത്മബന്ധങ്ങൾ വീണ്ടും സുദൃഢമാക്കാനും ഉപകരിക്കും. പ്രിയമുള്ളവരെ, നിങ്ങളും ഇനി ഭക്ഷണം ആർക്കെങ്കിലും നൽകുമ്പോൾ, അവർക്ക് വേണ്ടി ഓഫർ ചെയ്യുമ്പോൾ ഓർക്കുക, അവരുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം, അവരുടെ ആരോഗ്യത്തിനാണ് പ്രാധാന്യം. അത് പരിഗണിക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനനുയോജ്യമായ രീതിയിൽ ഭക്ഷണം കൊണ്ട് ആത്മബന്ധം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.